شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الأحباب في الله أوصيكم وإياي بتقوى الله സർവാധിനാഥനായ പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും രഹസ്യത്തിലും പരസ്യത്തിലും കണിശമായി സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനായ രാജാതിരാജനായ പടച്ച തമ്പുരാൻ അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അംഗീകരിച്ച് മുത്തഖീങ്ങളായി ജീവിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉച്ചരിച്ച് ഇഹലോകത്തു നിന്ന് വിട പറയുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയം നിറഞ്ഞ നമ്മുടെ സഹോദരീ സഹോദരന്മാർ, വിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ അവസാനത്തിലേക്ക് പ്രവേശിച്ച് അവർ ബലികർമ്മങ്ങൾ നടത്തി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് ഒരു കുഞ്ഞ് ഈ ദുനിയാവിലേക്ക് പിറന്നു വീഴുന്ന അവസ്ഥയിൽ അവർ തിരിച്ചു വരാൻ കാത്തിരിക്കുകയാണ്. അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു വരുവാനും ശിഷ്ടകാല ജീവിതം തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനും അവർക്ക് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അതിൻ്റെ അർത്ഥഗാംഭീര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി, വിജയത്തിന് വേണ്ടി ഒരു പുരുഷായുസ് പൂർണ്ണമായി അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ട് ജീവിച്ച പ്രവാചകന്മാരുടെ നേതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സ്മരണകൾ അയവിറക്കിക്കൊണ്ടാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെയധികം ത്യാഗങ്ങളായിരുന്നു ആ പ്രവാചകൻ സഹിച്ചത്. നമുക്കറിയാം, ജനിച്ച നാട്ടിൽ ഒരാൾ പോലും തുണയില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപിത മന്ത്രത്തിന് വേണ്ടി ത്യാഗോജ്ജലമായ ജീവിതം നയിച്ച് അവിടെ നിന്ന് രാജാവിൻ്റെയും നാട്ടുകാരുടെയും പിതാവിൻ്റെയും എതിർപ്പുകൾ നാനാഭാഗത്തു നിന്നും വന്ന സന്ദർഭത്തിൽ ആ നാട്ടിൽ നിന്ന് ദേശാടനത്തിന് വേണ്ടി പുറപ്പെട്ടു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം.
അത് പലസ്തീനിലേക്ക്, ദമസ്കസിലേക്ക്, ഈജിപ്തിലേക്ക് തുടങ്ങിയ ഒരുപാട് പ്രദേശങ്ങളിലേക്കായിരുന്നു യാത്ര. എന്തിനു വേണ്ടിയായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആ മഹത്വം, അതിൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏതൊരു തൗഹീദി മന്ത്രമാണ് ഉച്ചരിച്ചുകൊണ്ട് പ്രബോധനം നടത്തിയത്, അതേ മന്ത്രം തന്നെയാണ്, അതേ വാചകങ്ങൾ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയും നമ്മുടെ കയ്യിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ പ്രബോധനം നടത്തിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ കയ്യിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. കാരണം പ്രവാചകന്റെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പക്കലുണ്ടായിരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് വളരെ മഹത്തരമായിരുന്നു. ത്യാഗോജ്ജലമായ ജീവിതത്തിലൂടെയാണ് അത് പടുത്തുയർത്തി നമുക്ക് കാണിച്ചു തന്നത്. നമ്മുടെ കയ്യിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസരങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് നമ്മുടെ കയ്യിലുള്ളത്. താബി പണ്ഡിതനായ വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, അലൈസ ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ താക്കോലാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുനബ്ബഹ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല, അതെ, വലാകിൻ ലൈസ മിഫ്താഹുൻ ഇല്ലാ ലഹുൽ അസ്നാൻ, ഏതൊരു താക്കോലിനും ചില പല്ലുകളുണ്ട് എന്നുള്ളതാണ്. ചില പല്ലുകളുണ്ട്. ഫഹിന്ന ജിത അസ്നാൻ ഫുതിഹ ലക, പല്ലുകളുള്ള താക്കോലുമായി നീ വാതിൽ തുറക്കാൻ ചെന്നാൽ അത് തുറക്കും. വഇല്ലാ ലം യുഫ്തഹ ലക, ഇനി നീ കൊണ്ടുചെല്ലുന്ന ആ താക്കോലിന് പല്ലുകളില്ലെങ്കിൽ ആ പൂട്ട് തുറക്കുകയില്ല, ആ വാതിൽ തുറക്കുകയില്ല എന്നാണ് ആ മഹാനവറുകൾ അതിന് കൊടുത്ത മറുപടി. വളരെ അർത്ഥ ഗാംഭീര്യമുള്ള മറുപടിയാണ് പ്രിയമുള്ളവരെ. ഞാൻ സാധാരണ സാധ്യമായി സൂചിപ്പിച്ചത് നമ്മുടെ കയ്യിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കയ്യിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട് എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത് അതാണ്. കാരണം നമ്മുടെ കയ്യിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ശരിക്കുള്ള പല്ലുകളില്ല. പക്ഷെ പ്രവാചകന്റെ കയ്യിലുണ്ടായിരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വളരെ മൂർച്ചയേറിയ പല്ലുകൾ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. സ്വർഗത്തിന്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സിലാക്കിയവരാണ് നാം എല്ലാവരും. അതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ത്യാഗങ്ങളും സഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ മിക്ക താക്കോലുകൾക്കും, നമ്മുടെ കയ്യിലുള്ള താക്കോലുകൾക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ചില പല്ലുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു പ്രിയമുള്ളവരെ. ആ നഷ്ടപ്പെട്ട പല്ലുകൾ നമ്മൾ വീണ്ടെടുക്കണം. ഏതൊക്കെയാണ് നഷ്ടപ്പെട്ട പല്ലുകൾ എന്ന് നമ്മൾ 3-4 സംഗതികൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് കുട്ടികളെ താരാട്ട് പാടി ഉറക്കുവാനും വാതിലിന്റെയും പള്ളികളുടെയും കച്ചവട സ്ഥാപനങ്ങളുടെയും മുന്നിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതി വെക്കാനും മാത്രമായി നമ്മൾ ഇന്ന് അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥഗാംഭീര്യം അതല്ല. അത് സ്വജീവിതത്തിലേക്ക്, മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് തട്ടി അതിൻ്റെ വെളിച്ചം പ്രതിഫലിക്കണം. പക്ഷേ നമ്മൾ എഴുതി വെച്ചതല്ലാതെ, കുട്ടികളെ താരാട്ട് പാട്ടി ഉറക്കുവാനല്ലാതെ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ, നമ്മുടെ നാട്ടിലുള്ള പൂർവികരായ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച ആ പണ്ഡിത വര്യന്മാർ പ്രബോധനത്തിന് മുൻഗണന നൽകിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കായിരുന്നു പ്രിയമുള്ളവരെ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എന്തേ ഇത്രമാത്രം പ്രധാനം അവർ നൽകുവാനുണ്ടായ കാരണം,
അതിൻ്റെ അർത്ഥഗാംഭീര്യവും സ്വർഗത്തിന്റെ താക്കോലാണ് അത് എന്നവർ മനസ്സിലാക്കി. അവർ അതനുസരിച്ച് പ്രവർത്തിച്ചു. നമ്മളും മനസ്സിലാക്കി. പക്ഷേ നമ്മളത് കെട്ടിത്തൂക്കുവാനും എഴുതി വെക്കുവാനും മാത്രമാണ് നമ്മളത് ഉപയോഗിച്ചത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രത്യേകതയിൽ ഒന്നാണ് ഇൽമുൽ യഖീൻ. അത് ഉണ്ടായിരിക്കണം. ആ താക്കോലിന്റെ ഒരു പല്ലതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒരു പല്ല് ഇൽമുൽ യഖീൻ. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അറിയുക എന്നുള്ളതാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? നമ്മുടെ മനസ്സിൽ, നമ്മുടെ കൈകളിലൊക്കെ ഉണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ എന്താണ് എന്ന് അത് വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനേയില്ല. അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധനയില്ല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് പറയണം. നാവുകൾ കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ. അത് ഹൃദയത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ കടന്നു വരും. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ പരീക്ഷണമുണ്ടായി. തൻ്റെ അരുമ സന്താനത്തെ അറുക്കണമെന്നുള്ള പരീക്ഷണമുണ്ടായി. തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും വിജനമായ കുന്നിൻ പ്രദേശത്ത് താഴ്വരയിൽ വെള്ളമില്ലാത്ത, ജനങ്ങളില്ലാത്ത, വൃക്ഷങ്ങളില്ലാത്ത, ഒന്നുമില്ലാത്ത വിജനമായ ആ മൊട്ടക്കുന്നിന്റെ താഴ്വരയിൽ താമസിപ്പിക്കണമെന്നുള്ള പരീക്ഷണമുണ്ടായി. പ്രിയമുള്ളവരെ, ആ പരീക്ഷണത്തിലെല്ലാം തന്നെ ആ പ്രവാചകൻ വിജയിച്ചു. കാരണം എന്താ? തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അതിന്റെ അർത്ഥഗാംഭീര്യം ഹൃദയത്തിലേക്ക് കയറി. നമ്മൾ യഖീൻ ഉണ്ടായിരിക്കണം. നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞിരിക്കണം. അതായത് തന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഓരോന്നായി കടന്നു വരും. നിസ്സാരമല്ല ഓരോ പ്രശ്നങ്ങളും കടന്നു വരുന്നത്. ആ വരുന്ന സന്ദർഭത്തിൽ രോഗമാവട്ടെ, എന്താവട്ടെ, എല്ലാം തവക്കുലാക്കുവാനുള്ള, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അർപ്പിക്കുവാനുള്ള ഒരു മനോകരുത്ത് നമ്മളിൽ ഉണ്ടോ എന്ന് ഞാനും നിങ്ങളും കാര്യമായി ആലോചിക്കണം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രയാസം നേരിട്ടാൽ, വളരെ കഠിനമായ പ്രയാസം നേരിട്ടാൽ, അല്ലാഹു അല്ലാത്ത മറ്റു ശക്തികളിലേക്ക് സഹായ തേട്ടങ്ങൾക്ക് വേണ്ടി ഓടുന്നവരാണ് ഒട്ടുമുക്ക മുസ്ലിമീങ്ങളും. പ്രിയമുള്ളവരെ, എവിടെയാണോ സുഖം കിട്ടുന്നത്, എവിടെയാണോ എൻ്റെ വിഷയത്തിന് ഒരു രക്ഷ കിട്ടുന്നത് എന്ന് തേടിപ്പോകുന്നവരാണ് പലരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവർ. പക്ഷേ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗോജ്ജലമായ ജീവിതത്തിൽ നമ്മൾ ഒരു സ്ഥലത്തും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പരീക്ഷണങ്ങൾ വന്ന സന്ദർഭത്തിൽ മുൻ കഴിഞ്ഞു പോയ ആരെയെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുവാനോ അവരുടെ മഖബറകൾ സന്ദർശിക്കുവാനോ ആ മഹാനവറുകൾ ശ്രമിച്ചില്ല, ചിന്തിച്ചില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥഗാംഭീര്യം അദ്ദേഹം അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്നാൽ നമ്മളുടെ വിഷമകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതി വെക്കുകയും അത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത പണ്ഡിതന്മാർ തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥത്തിന് വികലമത ഉണ്ടാക്കുന്നത്. കാരണം അവർ തന്നെയാണ് ഒരു ഉറപ്പില്ലാത്ത രൂപത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുന്ന സന്ദർഭത്തിൽ കോഴിക്കോട് ജില്ലയിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനോട് അദ്ദേഹമാണ് ലോകത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് നിസ്സാരന്മാരായ പാമരന്മാരായ ജനങ്ങളല്ല. പ്രിയമുള്ളവരെ, ആരാണ് പറയുന്നത്? ഖുതുബ നിർവഹിക്കുന്ന, ഖുർആൻ മനഃപ്പാഠമാക്കിയ, ജനങ്ങൾക്ക് ഉറുതി പറഞ്ഞു കൊടുക്കുന്ന, ജനങ്ങൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന പണ്ഡിതവര്യന്മാരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അല്ലാഹു അല്ല. അല്ലാഹു സൃഷ്ടിച്ച കോഴിക്കോട് ജില്ലക്കാരനായ ഒരു മനുഷ്യനാണ് എന്ന് പറയുന്നത് സാധാരണക്കാരനല്ല. പ്രിയമുള്ളവരെ, ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? ബുദ്ധിയും വിവേകവും വിജ്ഞാനവും അറിവുമുള്ള പണ്ഡിതന്മാരാണ് അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ സൂചിപ്പിച്ച് നമ്മുടെ കയ്യിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒരുപാട് താക്കോലുകൾക്ക് പല്ലുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുവാനുള്ള കാരണം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അവരുടെ ആ ഭ്രാന്തമായ, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ആ
സംസാരമുണ്ടല്ലോ, ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് മനുഷ്യനാണ് എന്ന് പറഞ്ഞ് അത് വിശ്വസിച്ച് അതിൽ അഭയം കണ്ട് അതിൽ കൂടെ മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരന്മാർ, പ്രിയമുള്ളവരെ, അവരുടെ ആഖിറത്ത് എന്തായിരിക്കും ആലോചിക്കുക നിങ്ങൾ. അവരെന്തേ ചെയ്ത തെറ്റ്? ഈ പണ്ഡിത ലോകം പറയുന്നത് വിശ്വസിച്ച് പൂർണ്ണമായി അംഗീകരിച്ചു, അതനുസരിച്ച് ജീവിച്ചു, മരണപ്പെട്ടു പോയി. നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കുന്ന സന്ദർഭത്തിൽ ഫക്കീറന്മാരായി ഒന്നുമില്ലാത്ത നിലയിൽ അവർ ഹാജരാക്കപ്പെടുന്ന ഒരു ദുരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ആരാണ് കാരണക്കാർ? ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ കയ്യിലുള്ളവരായിരുന്നു. എന്തേ അങ്ങനെ വന്നത്? ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യൻ ആലോചിക്കേണ്ടിയിരുന്നു. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് മനുഷ്യനല്ല, നമ്മളെ ദുനിയാവിലേക്ക് പറഞ്ഞയച്ച ഒരു അദൃശ്യമായ ശക്തിയുണ്ട്. ആരാണ് അദൃശ്യമായ ശക്തി? നമ്മൾ പറയുന്ന അള്ളാഹു. ആ അള്ളാഹുവാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു യഖീൻ, ഒരു ഉറപ്പുണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരു മനുഷ്യൻ മരണപ്പെട്ടു, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച് യഖീനായി ഉറപ്പായി മനസ്സിലാക്കിയെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നുള്ളതാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ അർത്ഥഗാംഭീര്യം അറിഞ്ഞ് മനസ്സിലാക്കി ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധനയില്ല എന്ന് ഉറപ്പിച്ച മനുഷ്യൻ അവൻ സ്വർഗപ്രവേശൻ കരഗതമാകുമെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി. അപ്പോൾ ഈ ഒരു താക്കോലിന്റെ ഒരു പല്ലാണ് യഖീൻ എന്ന് പറയുന്നത്, ഉറപ്പുണ്ടായിരിക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച്. രണ്ടാമത്തത് ഇതുപോലെ തന്നെ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. എന്തുറപ്പ്? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് സത്യമെന്നുള്ള ഒരു ഉറപ്പ് നമ്മൾക്കുണ്ടായിരിക്കണം. എന്തായിരിക്കണം അത്? ഒരാൾ നമ്മോട് ചോദിച്ചു, നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും നമ്മുടെ പേര് സത്യമായി പറയും. കാരണം ഒരു സംശയമില്ല, എൻ്റെ പേര് ഇന്നതാണ് എന്ന് ആരുടെ മുന്നിലും വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് ഒരു ഉറപ്പാണ്. അതുപോലെ ഒരു ഉറപ്പുണ്ടായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച്. കാരണം ആരുടെ മുമ്പിലും വെട്ടിത്തുറന്ന് പറയുവാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഒരു പല്ലുണ്ടായിരിക്കുക. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ കഴിവുകൾ, കേൾവികൾ, കാഴ്ചകൾ ഈ ലോകത്ത് പരന്നു കിടക്കുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആട്ടിടയായ സ്ത്രീയോട് ചോദിച്ചു, അള്ളാഹു എവിടെയാണ്? ആ സ്ത്രീ പറഞ്ഞു, അള്ളാഹു ആകാശത്തിലാണ്. വേറെ ചില ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹു ഈ ഭൂമി, ഈ പ്രപഞ്ചം ആകെ നിറഞ്ഞു നിൽക്കുന്നു എന്ന്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതല്ല ശരി, ആ സ്ത്രീ പറഞ്ഞതാണ് ശരി. അള്ളാഹു ആകാശത്തിലാണുള്ളത്. പ്രപഞ്ചമാകെ അള്ളാഹു നിറഞ്ഞു നിൽക്കുന്നു എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ കാഴ്ചയും അള്ളാഹുവിന്റെ എല്ലാം ഈ ദുനിയാവിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലാകുന്നു എന്നാണ് ആ സ്ത്രീ പറഞ്ഞതാണ് ശരി എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ പൂർണ്ണമായ വിശ്വാസം. അള്ളാഹു ഇന്ന് ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നു. അത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകളും നിറഞ്ഞ് ഈ ഭൂമിയിൽ നിൽക്കുന്നു. പക്ഷേ അള്ളാഹു എവിടെയാണ് എന്ന് ചോദിച്ചാൽ ആകാശത്തിലാണ് എന്ന് ആ സ്ത്രീ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാണ് ശരി എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ഇനി അള്ളാഹുവിന്റെ കഴിവുകൾ സൂചിപ്പിച്ചല്ല, കഴിവുകൾ അതായത് കേൾവികൾ, കാഴ്ചകൾ, നിയന്ത്രണങ്ങൾ, അറിവ് ഈ ലോകത്ത് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നു. വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ലില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബൂ വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം
ഫീ സബീലില്ലാഹി ഉലൈക ഹും സാദിഖൂൻ. നിശ്ചയമായും സത്യവിശ്വാസികളായ അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുകയും പിന്നീട് യാതൊരു സംശയവും അതിലില്ലാതിരിക്കുകയും ചെയ്താൽ വജാഹദൂ ബിഅംവാലികും വഅൻഫുസിഹിം, അവരുടെ ശരീരങ്ങൾ കൊണ്ടും സമ്പത്തുകൾ കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും ചെയ്താൽ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉലൈക ഹും സാദിഖൂൻ, അവരാണ് സത്യവാന്മാർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ രംഗത്തും നമ്മുടെ ദേഹമാകട്ടെ സമ്പത്താകട്ടെ എല്ലാം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുകയും അള്ളാഹുവിൽ ഒരു സംശയവുമില്ലാതെ ജീവിക്കുകയും ചെയ്താൽ അവരാണ് സത്യവാന്മാർ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു താക്കോലിൻ്റെ ഒരു ചില്ലയാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അതായത് അങ്ങേയറ്റത്തെ നിഷ്കളങ്കതയുണ്ടായിരിക്കണം നമുക്ക് ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ, നിഷ്കളങ്കതയുണ്ടായിരിക്കണം, യാതൊരു ചാഞ്ചാട്ടവും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ആ കടന്നു വരുന്ന സന്ദർഭത്തിൽ നാം എല്ലാവരും വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പലപ്പോഴും ഈ അസുഖം വന്നത് അല്ലെങ്കിൽ ഈ പ്രയാസം വന്ന് രോഗം വന്ന് എന്ന് വിചാരിക്കുക. രോഗം വന്നാൽ നമ്മളെല്ലാവരും ഡോക്ടറെ സമീപിക്കും. അത് ചിലപ്പോൾ ഹോമിയോ ആയിരിക്കും, അലോപ്പതി ആയിരിക്കും, തുടങ്ങിയ എന്തൊക്കെയോ ചികിത്സാ മുറകളുണ്ടോ അതൊക്കെ നമ്മൾ അന്വേഷിക്കും, അതിനു വേണ്ടി പരിഹാരങ്ങൾ തേടിപ്പോകും. അപ്പോഴാണ് ആ അസുഖത്തിന് ഒരു സുഖം കിട്ടുന്നില്ലെങ്കിൽ അപ്പോഴാണ് നമ്മുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ബന്ധു വീട്ടിലെ ഒരാൾ പറയുന്നത്, ഇന്ന സ്ഥലത്ത് പോയാൽ നിങ്ങളുടെ കാര്യങ്ങൾ ശരിയായി കിട്ടും. ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഒരു വ്യക്തിയോടാണ് മറ്റൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ്യക്തി പറയുന്നത്, ഇന്ന സ്ഥലത്ത് പോയാൽ നിങ്ങളുടെ അസുഖത്തിന് ഒരു സമാധാനം, നിങ്ങളൊന്ന് അവിടെ പോയി നോക്ക്, ആരും അറിയാണ്ട് ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉപദേശകനായി ശൈത്താൻ നമ്മുടെ അടുക്കൽ വരുമെന്നുള്ളതാണ്. പ്രശ്നങ്ങൾ സങ്കീർണമായി നിൽക്കുന്ന ആ മനുഷ്യൻ ആ ഉപദേശം കേൾക്കുമ്പോൾ സ്വാഭാവികമായും അവൻ്റെ മനസ്സിന് ചാഞ്ചാട്ടം വരികയാണ്. ഒന്ന് പോയി നോക്കിയാൽ എന്താ പ്രശ്നം, ആരും അറിയുന്നില്ലല്ലോ, ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഔലിയുടെ അടുക്കലേക്കോ ഏതെങ്കിലും ജാറത്തിലേക്കോ ആ മനുഷ്യന്റെ ഹൃദയം പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവൻ അകപ്പെട്ടിരിക്കുന്ന ഈ ദുരിതത്തിൽ നിന്ന് അവന് രക്ഷ കിട്ടണം, അതിനു വേണ്ടി അവൻ ഓടുകയാണ്. ആ ഓട്ടത്തിൽ നമ്മുടെ കയ്യിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ അതിമഹത്തായ വചനമുണ്ടല്ലോ പ്രിയമുള്ളവരെ, അതിൻ്റെ ഒരു പല്ല് നഷ്ടപ്പെടുന്നു. എന്തേ കാരണം? ഒരു ഇഖ്ലാസ് ഉണ്ടായില്ലേ നമുക്ക്. കാരണം ഞാൻ വിശ്വസിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൊണ്ട് അത് സാധ്യമാകുന്നില്ല, വേറെ ഏതോ മാർഗത്തിലൂടെയാണ് എൻ്റെ കാര്യം സാധിക്കുക എന്നുള്ള ഒരു ബോധം ഈ മനുഷ്യന് വരികയും തൻ്റെ കയ്യിലുള്ള ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പ്രവാചകന്മാരുടെ നേതാവായ പ്രവാചകൻ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രബോധനം നടത്തിയ ഈ ലോകത്തിന് പരിചയപ്പെടുത്തി തന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ മാറ്റിവെച്ച് ഭൗതിക ആഡംബരങ്ങൾക്കും സുഖങ്ങൾക്കും വേണ്ടി മറ്റൊരു കാര്യത്തെ നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ പോവുകയാണ് പ്രിയമുള്ളവരെ. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ കയ്യിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വികലത സംഭവിച്ചിട്ടുണ്ട്. ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കയ്യിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് യഥാർത്ഥ തൗഹീദിൽ അധിഷ്ഠിതമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ കയ്യിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ മാറ്റിമറിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇനി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്ഹദുൻ നാസ് ബിശഫാഅത്തി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി വനഫ്സിഹി ഇന്നല്ലാഹ ഹറമ അലൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. പരലോകത്ത് എൻ്റെ ശുപാർശ കൊണ്ട് ഏറ്റവും ഭാഗ്യം ലഭിക്കുക ആർക്കാണ് എന്ന് നിഷ്കളങ്കമായി അള്ളാഹുവിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവനാണ്. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്ക്
നരകം ഹറാമായിരിക്കുമെന്നുള്ളത്. ആർക്കാണ് നരകം ഹറാമായിരിക്കുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ അർത്ഥഗാംഭീര്യം മനസ്സിലാക്കി തുച്ഛമായ ഈ പുരുഷായുസ്സിൽ കുറച്ച് വർഷങ്ങൾ മാത്രം ഇവിടെ ജീവിക്കുന്ന ഞാനും നിങ്ങളും ഇവിടുത്തെ സുഖങ്ങൾക്ക് വേണ്ടി, സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കയ്യിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറ്റിവെച്ച് മറ്റ് സ്ഥാനങ്ങളിലെ അഭയം അന്വേഷിച്ചു പോകുന്ന നമ്മുടെ കയ്യിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹുമായി കൊണ്ട് നാളെ അല്ലാഹുവിന്റെ പാരത്രിക കോടതിയിൽ ചെല്ലുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മുടെ കയ്യിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഒരു നിലയും വിലയും ഉണ്ടായിരിക്കില്ല. കാരണം നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വികലമായി കൊണ്ടാണ് നമ്മൾ ഇവിടെ ജീവിച്ചത്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ഉറപ്പിച്ചു നിൽക്കണം. എൻ്റെ കയ്യിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഒരു ഭംഗവും വരാൻ പാടില്ല. എൻ്റെ കയ്യിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് സ്വർഗത്തിൻ്റെ താക്കോലായിരിക്കണം. അതോടൊപ്പം തന്നെ നരകം ഹറാമായിരിക്കുന്ന ഇവരുടെ കൂട്ടത്തിലായിരിക്കണം എൻ്റെ കയ്യിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മെ പഠിപ്പിച്ചത്. ആ താക്കോലുമായി അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് പുറപ്പെടുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം, നാം ഇന്നുള്ളത് അറഫ നോമ്പിലാണുള്ളത്. നമ്മുടെ നാട്ടിൽ മാസദർശനമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്നാണ് അറഫ ദിനം എന്നുകൂടി നമ്മൾക്കറിയാമല്ലോ. ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മുന്തിയ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് യൗമ അറഫ എന്ന് പറയുന്നത്. ആ അറഫയിൽ ആരെങ്കിലും അള്ളാഹുവിൻ്റെ വജ്ഹിനെ ആഗ്രഹിച്ചുകൊണ്ട്, ലോകത്തെ എല്ലാ ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയല്ല, കുടുംബത്തെ കാണിക്കുന്നതിന് വേണ്ടിയല്ല, അള്ളാഹുവിൻ്റെ വജ്ഹിനെ ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും ആ ദിവസം നോമ്പ് നോറ്റാൽ, അങ്ങനെ തന്നെയാണ് പണ്ഡിതന്മാർ അതിന് അടിവരയിട്ട് പറയുന്നത്, അള്ളാഹുവിൻ്റെ വജ്ഹിനെ ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും അന്ന് നോമ്പ് നോറ്റാൽ അവൻ്റെ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങളും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളും അള്ളാഹു പുറത്തു തരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളെല്ലാവരും ഇന്ന് നോമ്പുകാരാണ്. പക്ഷെ നമ്മളത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, റബ്ബേ, എൻ്റെ കഴിഞ്ഞു പോയ ഒരു വർഷ ജീവിത കാലഘട്ടത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് തമ്പുരാനെ. അതായത് മഹാപാപങ്ങളല്ല, ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ, അത് അള്ളാഹു നമുക്ക് പുറത്തു തരും എന്നുള്ള ഒരു ദൃഢവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് നോമ്പ് നോറ്റിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഉണ്ടെങ്കിൽ വരാനിരിക്കുന്ന ഒരു വർഷത്തെ ചെറിയ ചെറിയ പാപങ്ങൾ കൂടി ഈ ഒരു നോമ്പ് കൊണ്ട് അള്ളാഹു നമുക്ക് പുറത്തു തരുന്നു. അള്ളാഹുവിൻ്റെ വലിയ ഓഫറാണ് പ്രിയമുള്ളവരെ. എല്ലാവരും നോമ്പെടുത്തവരായിരിക്കുമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷയിലാണ്. നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവേ, എൻ്റെ ഈ അറഫ നോമ്പ് കൊണ്ട് എൻ്റെ എത്ര വർഷങ്ങളിലെ പാപങ്ങൾ എനിക്ക് പുറത്തു കിട്ടിയിട്ടുണ്ടായിരിക്കും. അതൊന്ന് വാങ്ങുവാൻ, അതൊന്ന് സ്വീകരിക്കുവാൻ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മെ കാത്തിരിക്കുന്നത് അള്ളാഹുവിൻ്റെ വജീനെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് നോറ്റവരാണെങ്കിൽ പ്രിയമുള്ളവരെ, നഷ്ടപ്പെടില്ല കേട്ടോ. വല്ലാത്ത അനുഗ്രഹമായിരിക്കും അന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്കറിയാം, ഈ ഒരു ദിനത്തിലാണ്, അറഫ ദിനത്തിൽ വെച്ചാണ് ഈ ഇസ്ലാം ദീനിനെ പ്രവാചകൻ പൂർത്തിയാക്കി തന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ഇസ്ലാം മതത്തെ ഈ അറഫ ദിനത്തിൽ വെച്ചാണ് അള്ളാഹു പൂർത്തിയാക്കി തന്നത് പ്രിയമുള്ളവർ. അതുകൊണ്ട് തന്നെയാണ് ആ ദിവസത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനാൽ ഈ ദിവസത്തിൽ നല്ല നല്ല അമലുകൾ വർദ്ധിപ്പിക്കുക,
ചീത്തമായ സംസാരങ്ങളോ ഫിത്തനകളോ ഫസാദുകളോ പറയാതെ, നമീമത്തുകളോ പറയാതെ, അന്യോന്യം കണ്ടുമുട്ടുമ്പോൾ മറ്റവന്റെ കുറ്റങ്ങൾ പറയാൻ ഒരു കാരണവശാലും ശ്രമിക്കാതെ എൻ്റെ നോമ്പ് ഇഖ്ലാസോട് കൂടിയുള്ള നോമ്പായിരിക്കണം, ഇതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ആയിരിക്കണം നമ്മൾ ഈ ദിവസം ഇന്ന് നമ്മൾ ചിലവഴിക്കേണ്ടത് പ്രിയമുള്ളവർ. അതുകൊണ്ട് ആ നോമ്പിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, ഈ ദിവസം പ്രാർത്ഥനാ നിരതരായിരുന്നു എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരും. പ്രാർത്ഥനാ നിരതരായി, നമ്മുടെ ഏറ്റവും വലിയ ആയുധം അതാണല്ലോ, പ്രാർത്ഥനയാണല്ലോ. നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എന്താണ് പ്രാർത്ഥന? എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എന്നെ ലാളിച്ച് വളർത്തിയ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ സമുദായത്തിന് വേണ്ടി, എൻ്റെ മഹല്ലിന് വേണ്ടി, എൻ്റെ പള്ളിക്ക് വേണ്ടി തുടങ്ങിയ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാം തന്നെ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്നുള്ളതാണ്. ആ പ്രാർത്ഥനക്ക് അവിടെയും നമ്മൾ മനസ്സിലാക്കുക, ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുവാൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല കേട്ടോ എന്ന്. ഇന്നത്തെ ദിവസം പലരും ടൂറുകൾ പോകുന്നുണ്ട് പ്രിയമുള്ളവരെ, ടൂറുകൾ പോകുന്നുണ്ട്. എവിടേക്ക്? മക്ബറകളിലേക്ക്. അറഫാ ദിനത്തിന് നോമ്പെടുത്തുകൊണ്ട് മക്ബറകളിലേക്ക് സിയാറത്ത് ടൂർ സംഘടിപ്പിക്കുന്ന ഒരു സമുദായത്തിൽപ്പെട്ടവരാണ് നമ്മൾ പ്രിയമുള്ളവരെ. എന്തേ? ഞാൻ സൂചിപ്പിച്ചല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വികലമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ബലിപെരുന്നാൾ പ്രിയമുള്ളവരെ, മറ്റൊന്ന്, നാളെ നമ്മൾ ബലിപെരുന്നാളിലേക്ക് പ്രവേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അറഫാ ദിനം പോലെ തന്നെ വളരെ ശ്രേഷ്ഠമായ ഒരു ദിനമാണ് പെരുന്നാൾ സുദിനം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ ഈ നെഹറിന്റെ ദിവസമുണ്ടല്ലോ, ഏറ്റവും മഹത്തരമാണ്, പുണ്യമുള്ളതാണ് എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ദിനത്തിൽ നാം പ്രത്യേകമായി നേടിയെടുക്കേണ്ട സുന്നത്തുകൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, നമ്മുടെ കയ്യിലുള്ള പുതുവസ്ത്രങ്ങളിൽ ഏതാണോ ഏറ്റവും പുതുവസ്ത്രം അത് അണിഞ്ഞുകൊണ്ടായിരിക്കണം ഈദ്ഗാഹുകളിലേക്കും പള്ളികളിലേക്കും പോകേണ്ടത്. ഏതെങ്കിലും വസ്ത്രം എടുത്തു പോകരുത്. പ്രവാചകന്റെ ചര്യയാണത്. നിങ്ങളുടെ കയ്യിലുള്ള ഏതാണോ പുതുവസ്ത്രം അതണിഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈദ്ഗാഹുകളിലേക്കോ അല്ലെങ്കിൽ പള്ളികളിലേക്കോ നിങ്ങൾ പുറപ്പെടേണ്ടത്. മറ്റൊന്ന്, കുളിക്കുക. അതും പ്രവാചകന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. സുഗന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. പെരുന്നാൾ നമസ്കാരം പള്ളിയിൽ വെച്ചല്ല, ഈദ്ഗാഹിൽ വെച്ചാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചെന്ന് കാണാൻ സാധിക്കുന്നു. നമുക്കറിയാം, ആയിരക്കണക്കിന് റക്അത്ത് പ്രതിഫലമുള്ള തൻ്റെ മദീന പള്ളി ഉപേക്ഷിച്ചുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി ഈദ്ഗാഹുകളിലേക്കായി പോയിരുന്നു. നമ്മളെ പരിതസ്ഥിതി കാരണം, നമ്മുടെ സന്ദർഭങ്ങൾ കാരണം നമുക്ക് ഈ വർഷത്തെ ഈദ്ഗാഹുകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം ശക്തമായ മഴയുടെ സാന്നിധ്യമുള്ളത് കാരണത്താൽ. അതുകൊണ്ട് തന്നെ നമ്മൾ പള്ളിയിലെയാണ് നമ്മുടെ എല്ലാ നമസ്കാരങ്ങളും നടക്കുന്നത്. അപ്പോൾ ആ പള്ളിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് തക്ബീറുകൾ ചൊല്ലി കാണുന്നവരോടൊക്കെ സലാം പറഞ്ഞ് ഭക്ഷണം കഴിക്കാതെ വരണമെന്നുള്ളതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും എല്ലാവരും തന്നെ അന്ന് ആ മൈതാനയിൽ ഹാജരാവണം എന്നുള്ളതും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. നമുക്കൊക്കെ പലർക്കും വാഹന സൗകര്യമുള്ളവരാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃകയും ഖുലഫാഉർ റാഷിദീങ്ങളുടെ മാതൃകയും ഒക്കെ നോക്കുമ്പോൾ നടന്നു പോകുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് കാണാൻ സാധിക്കും. വാഹനമുള്ളവർ, അസൗകര്യമുള്ളവർ വാഹനത്തിൽ വരിക, മറ്റുള്ളവർ നാളെയെങ്കിലും ഒന്ന് നടന്ന് ഒന്ന് ഉഷാറായി പള്ളിയിലേക്ക് വരുവാൻ ശ്രമിക്കുക. അത് പ്രവാചകന്റെ ചര്യയാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, അന്യോന്യം കാണുമ്പോൾ, പരസ്പരം കാണുമ്പോൾ ആശംസകൾ അറിയിപ്പിക്കുക എന്നുള്ളതാണ്. കെട്ടിപ്പിടിക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ മനസ്സിൽ നിന്നെപ്പറ്റി യാതൊരു വിഷമവും ഒരു ചിന്തയുമില്ല കേട്ടോ എന്നുള്ള കെട്ടിപ്പിടിച്ച് ആശംസകൾ അറിയിപ്പിക്കുക. അതും പ്രവാചകന്റെ ചര്യയിൽപ്പെട്ടതാണ്. മറ്റൊന്ന് പ്രിയമുള്ള സഹോദര സഹോദരി, നമ്മളെല്ലാവരും മനുഷ്യരാണ്.
മനുഷ്യരാണ്. ആ മനുഷ്യരായ നമ്മൾക്ക് വ്യക്തിപരമായ പല പ്രയാസങ്ങളുണ്ടായിരിക്കും. സഹോദരന്മാരുമായി, സഹോദരികളുമായി, മറ്റു ബന്ധുക്കളുമായൊക്കെ തെറ്റി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രിയമുള്ളവർ. ഒരുപാട് ആളുകൾ ഒക്കെ എന്തിനെ തെറ്റി നിൽക്കുന്നു? പലപ്പോഴും സ്വത്തിൻ്റെ പേരിലായിരിക്കും പല പിണക്കങ്ങളും ഉണ്ടായിട്ടുണ്ടാവുക. അത് ഏലോക ജീവിതമാണ് പ്രിയമുള്ളവർ. അതൊന്ന് മാറ്റിവെക്കുക. തൻ്റെ സഹോദരിയെ ചെന്ന് ഒന്ന് കെട്ടിപ്പിടിച്ച് അവൾക്ക് വേണമെങ്കിൽ ഒരു ഉമ്മ കൊടുത്ത്, പെങ്ങളെ, എൻ്റെ അടുക്കൽ ചില തെറ്റുകളൊക്കെ വന്നു പോയിട്ടുണ്ട്, നീ പൊറുക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി കുടുംബ ബന്ധങ്ങൾ വിളക്കി ചേർക്കുക പ്രിയമുള്ളവരെ. സഹോദരനാണെങ്കിൽ ജ്യേഷ്ഠനാവട്ടെ അനുജനാവട്ടെ അവരോട് ചെന്ന് നമ്മളങ്ങോട്ട് നേരിട്ട് ചെന്ന്, അതിന് നമുക്ക് പ്രത്യേക പ്രതിഫലം അല്ലാഹുവിൻ്റെ റസൂൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരിട്ട് ചെന്ന് എൻ്റെ അടുക്കൽ ഇന്ന തെറ്റുകളൊക്കെ വന്നു പോയിട്ടുണ്ട്, എനിക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരനോട് ചെന്ന് മാപ്പ് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുക. അപ്പോൾ പിണങ്ങി നിൽക്കുന്ന ബന്ധങ്ങളെ വിളക്കി ചേർക്കുവാൻ ഈ ദിവസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ അറിവുകളൊക്കെ ഉണ്ട്, അതിലൊക്കെ ഭാഗവാക്കായവർ സജീവമാകുക. അങ്ങനെ ഈ ഈദുൽ അദ്ഹ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ആക്കി തീർക്കുവാൻ ശ്രമിക്കുക. സർവാധിനാഥനായ പടച്ച തമ്പുരാൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോയി ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ അപകടങ്ങളൊന്നുമില്ലാതെ വളരെ സുഖകരമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച്, മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് അവർക്ക് തിരിച്ചു വരുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഹജ്ജ് കർമ്മത്തിന് പോകുന്നതിന് വേണ്ടി പലരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പല കാരണങ്ങളാൽ പോകാൻ സാധിക്കാത്ത ഒരുപാട് സുഹൃത്തുക്കൾ, സഹോദരികൾ, അല്ലാഹുവേ, അവർക്ക് അതിനുള്ള സൗകര്യങ്ങളും എല്ലാം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, സ്നേഹജനങ്ങൾ, ഉസ്താദുമാർ എല്ലാവരുടെയും ഖബറിനെ വിശാലത നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. രോഗങ്ങൾ കൊണ്ട്, കടങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, അവർക്ക് സൗഖ്യവും രക്ഷയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ കൺകുളിർമ നൽകുന്ന സന്താനങ്ങളാക്കി നൽകണമേ റബ്ബേ. ഞങ്ങളുടെ മരണശേഷം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി അമലു സാലിയാത്തുകൾ ചെയ്യുന്ന സന്താനങ്ങളാക്കി തീർക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഹിസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.